ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഫസ്റ്റത്തെ ചാപ്റ്ററാണ് സ്ക്വയേഴ്സ്. ആദ്യം നമ്മൾ എന്താ പറയാൻ പോകുന്നത്, പെർഫെക്റ്റ് സ്ക്വയേഴ്സും ഡെസിമൽ സ്ക്വയേഴ്സും ആണ് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. ഫസ്റ്റ് തന്നെ നമ്മൾ പറയാൻ പോകുന്നത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? 1, 4, 9, 16, 25 ഇങ്ങനെയുള്ള നമ്പേഴ്സ് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഈ 1 എന്ന് പറഞ്ഞാൽ എന്താ? 1 സ്ക്വയർ. 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സ്ക്വയർ. 9 3 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ. ഓക്കെ, ഈ 1, 2, 3, 4 അതെന്താണ് നമ്മൾ പറയാറ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ടൊക്കെ. എന്താണ് 1, 2, 3, 4, 5, 6 അങ്ങനെ പോകുന്നത് നാച്ചുറൽ നമ്പേഴ്സാണ് അല്ലേ? നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറിനെയാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്? നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ടുള്ള 1, 2, 3, 4 സ്ക്വയേഴ്സിനെയാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. അതായത് 1, 4, 9, 16, 25 ഒക്കെ എന്താ? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയിട്ട് നമുക്ക് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഇത് നമുക്ക് ഇതൊക്കെ നമ്മൾ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടത്. എക്സാമ്പിൾ നമ്മൾ എന്താ ചെയ്യുന്നത്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതണം. പക്ഷെ നിങ്ങൾക്ക് ഇതൊന്ന് കാണാതെ പഠിച്ച് വെച്ചാൽ നിങ്ങൾക്ക് വല്ല കോമ്പറ്റേറ്റീവ് എക്സാംസിനും എല്ലാത്തിനും യൂസ്ഫുള്ളാണ്. എന്ന് വെച്ചാൽ 1 സ്ക്വയർ എന്താണ്? 1, 2, 4, 3, 9, 4 സ്ക്വയർ 16. ഏകദേശം ഇതുവരെ എല്ലാവർക്കും അറിയാൻ മതിയാവും. എന്തായാലും 10ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് അറിയാവുന്നതല്ല. അപ്പോൾ ഈ സ്ക്വയേഴ്സ് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, ഇത്രയും സ്ക്വയേഴ്സ് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി എന്താ? ഇത് നമുക്ക് പഠിക്കണം. അപ് ടു 30 മസ്റ്റായിട്ട് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായിരിക്കും 13 സ്ക്വയർ കാണാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണാം. അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ആൻസർ അറിയാം. സോ നിങ്ങളിനിപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് വന്നിട്ട് തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് എന്താ അറിയാം? ആൻസർ അറിയുന്നതുകൊണ്ട് അതൊരു വലിയ കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാനേ. ഇതുപോലെ തന്നെ ഇതാണ് നമ്മുടെ നാച്ചുറൽ നമ്പർ. ഇനി ഫ്രാക്ഷണൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1/2, 3/2, 4/2 അങ്ങനെയൊക്കെ ഒരു 3/5 ഇതൊക്കെ എന്താണ്? ഫ്രാക്ഷൻസ് ആണ്. അതിൻ്റെ സ്ക്വയർ നമുക്ക് കാണാൻ പറ്റും. 1/2ൻ്റെ സ്ക്വയർ എങ്ങനെ കാണുക? 1/2 × 1/2 എത്രയായിരിക്കും? 1 × 1 1, 2 × 2 4, 1/4. ഓക്കെ, ഇത് ഫ്രാക്ഷണൽ നമ്പേഴ്സ്. എന്താണ്? 1, 2, 3 ഇത് 1, 2, 3, 4, 5 അങ്ങനെ പോകുന്നത് നാച്ചുറൽ നമ്പേഴ്സാണ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിനെയാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്ക്വയർ കാണണം. ഇപ്പം നമുക്ക് 14ൻ്റെ സ്ക്വയർ ഒന്ന് കാണണം. 14ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? 14 × 14 അല്ലേ 14ൻ്റെ സ്ക്വയർ? 14 × 14 എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 14 എന്ന് പറഞ്ഞ നമ്പർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? നമുക്ക് 10 + 4 എന്ന് എഴുതാം. നമ്മൾ എന്തായാലും ഒരു സ്റ്റാൻഡേർഡ് നമ്പർ മീൻസ് 10. ഇപ്പോൾ 24 വരികയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതുക? 20 + 4 എന്ന് എഴുതണം. ഓക്കെ, അതുപോലെ ഇപ്പം നമ്മൾ 14നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ 14 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? 14 × 14. അതല്ലേ 14 നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ 14 നമ്മൾ മുറിക്കുക, എന്തൊക്കെ കഷ്ണം മുറിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 + 4. 10 + 4 കിട്ടിയാൽ എന്താ കാര്യം? നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്ക്വയർ വരയ്ക്കാം. നിങ്ങൾ ടെക്സ്റ്റിൽ ഇങ്ങനത്തെ മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. സോ ഇത് നമുക്ക് പറയണം. എന്നിട്ട് നമുക്ക് എന്താണ് ഇക്വേഷൻ വെച്ചിട്ടുള്ളതിൻ്റെ അകത്തേക്ക് പോകാം. നമ്മളിങ്ങനെ 4 പെട്ടി വരച്ച് വെക്കാം. എന്നിട്ട് ഈ 10 × 14 ഈ 14 × 14 ഈ 14ആണ് നമ്മൾ 10 × 14 ആക്കിയത്. ഈ 14 നമ്മൾ എന്താക്കണം? ഈ ഇൻറ്റു എവിടെ ഉണ്ട്? ആ ഇൻറ്റു നമുക്ക് അവിടെ തന്നെ എഴുതണം. ഓക്കെ, ഇൻറ്റു ഇവിടെ തന്നെ ഉണ്ട് മൾട്ടിപ്ലിക്കേഷൻ. ദെൻ ഈ 14 എന്താക്കണം? 10 + 4 ആക്കണം. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ക്ലിയർ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം. ഓക്കെ, സോ 10 + 4 × 10 + 4. ഈ 10 നമ്മൾ എന്ത് ചെയ്യണം? ഈ 10 നമ്മൾ ഇവിടെ എഴുതണം. സോ ഈ 4 നമ്മൾ ഇവിടെ എഴുതി. ഈ 10 നമുക്ക് ഇവിടെ എഴുതുക. അതിൻ്റെ 4 നമുക്ക് ഇവിടെ എഴുതാം. ഇനി 10 × 10 എത്രയാണ്? അറിയാത്തവരാരും ഉണ്ടാവില്ലല്ലോ. 10 × 10 എന്ന് വെച്ചാൽ 100. ഓക്കെ, 100. ഇനി 10 × 4 ഇത് ക്ലിയർ ആണല്ലോ അല്ലേ? ഇവിടെ 10 ആണ് എഴുതിയിരിക്കുന്നത്, ഇവിടെ 4 ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, 10 × 4 എന്ന് വെച്ചാൽ എന്താണ്? 40. ഇനി ഈ 10 × 16 ഈ പെട്ടിയുടെ ഇവിടെ ഏതാണോ ഇത് ഇവിടെ എഴുതാണോ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതണം. 10 × 4 എത്രയാണ്? 10 × 4 40. ദെൻ 4 × 4 16. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? വേറൊരു പെട്ടി കൂടെ വരച്ച് വെക്കാം. സോ ഇത് രണ്ടും കൂടെ സം ചെയ്യുക, ആഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എഴുതണം. 100 + 40 140. 40 + 16 എത്രയാണ്? 40ൻ്റെ കൂടെ പെട്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ സൈഡ് വർക്കായിട്ട് ചെയ്തിടാം. എക്സാമിന് നമ്മൾ എന്തായാലും സൈഡിലൊരു എന്താ പറയുക ഒരു കോളം വരച്ചിട്ട് ഇതിൻ്റെ അകത്ത് നമ്മളെല്ലാ കാൽക്കുലേഷനും നമ്മൾ ഇതിൻ്റെ അകത്ത് എഴുതി വെക്കണം. അല്ലെങ്കിൽ എന്താ ടീച്ചേഴ്സ് വിചാരിക്കുക നമ്മൾ ആർക്കെങ്കിലും കോപ്പി അടിച്ചെന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും വിചാരിക്കുക. എനിക്ക് പലപ്പോഴും മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം സ്റ്റെപ്പ്
സ്റ്റെപ്പ് എഴുതാതെ ഇരുന്നിട്ട് എനിക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിൽ നമുക്കറിയാം, നമുക്ക് ബുദ്ധി ഉണ്ടാകും, പക്ഷേ എന്താണ് നമ്മളിപ്പോൾ കാണിക്കാം നമ്മുടെ ബുദ്ധി. ഓക്കെ, സോ 10 + 100 + 40 എന്താണ് 140. 40 + 16, 40യും 10ഉം കൂട്ടിയാൽ എത്രയാണ് 50, + 6 എത്ര 56. ഓക്കെ, ദെൻ ഇനി നമുക്കിത് കൂട്ടണം. ഇതെങ്ങനെ, ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് എഴുതരുതാണ്. 6 5ഉം 4ഉം 9 1. ഓക്കെ, 196. സോ 14ൻ്റെ സ്ക്വയർ എത്രയാണ് 196. ഇതാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഈ ടേബിൾ പഠിച്ച് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? 14ൻ്റെ സ്ക്വയർ 196 ആണെന്നുള്ളത് നമുക്ക് ഇവിടെ തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് ആൻസർ അറിയാം. ഇത് നമുക്കൊന്ന് വെറുതെ ടീച്ചേഴ്സിനെ കാണിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് നമുക്കൊന്ന് എന്ത് ചെയ്ത് വെച്ചാൽ മതി, 3 സ്റ്റെപ്സൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് ആൻസർ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടി. നമുക്ക് തന്നെ ഇപ്പോൾ ഇതൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ നമുക്ക് 3 മാർക്ക് കിട്ടി നമുക്ക് ഉറപ്പിക്കാം, നമുക്ക് ഈ ആൻസർ അറിയുമെങ്കിൽ. അങ്ങനെ അത് കഴിഞ്ഞു. നമുക്ക് എന്താണ് ഇതുപോലെ ഏത് വേണമെങ്കിലും നമുക്ക് ഈ സ്ക്വയർ വെച്ചിട്ട് കണ്ടുപിടിക്കാം. നിങ്ങൾ ചോദിക്കും, ഇപ്പോൾ 20 ആണെങ്കിൽ ഈ 20യുടെ സ്ക്വയർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് കോൾ വന്നത്. സോ നമ്മൾ പോയത്. സോ ഞാൻ എന്താ 20ൻ്റെ സ്ക്വയർ വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം. 20ൻ്റെ സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 14 നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത് എങ്ങനെയാണ്? 10 + 4 ആയിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത്. സോ 20 നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം? 20 + 0 ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? സോ 20 + 0, 20 നമുക്ക് എന്ത് ചെയ്യാം? എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? സ്ക്വയർ മെത്തേഡ്. ഓക്കെ, ഞാനൊരു പെട്ടിക്കോളം വരച്ചു. 20 + 0 സ്ക്വയർ അല്ലേ? സ്ക്വയർ എന്ന് വെച്ചാൽ 20 × 20 ആണ്. ഈ 20 നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു, ഈ 20 നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു അല്ലേ? അപ്പോൾ നമുക്ക് ഒരു 20നെ സ്പ്ലിറ്റ് ചെയ്തത് ഇവിടെ എഴുതാം, മറ്റേ 20നെ സ്പ്ലിറ്റ് ചെയ്തത് ഇവിടെ എഴുതി കൊടുക്കാം. 20 × 20 എത്രയാണ്? 2 2 4. 0 രണ്ടെണ്ണം ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇതിന് 0 പെട്ടെടുത്തു. ഇനി 20 × 0 എത്രയാണ്? 0നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 0 തന്നെയാണല്ലോ, അതൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ? സോ 0 എത്തി. ഇനി എന്താണ് 20 × 0? വീണ്ടും 0. ഇനി 0 × 0 വീണ്ടും 0. സോ ഈ ഒരു പെട്ടിയുടെ ആവശ്യമില്ല നമുക്കിവിടെ. എന്നാലും നമ്മളിവിടെ സം ചെയ്തെഴുതി. 400 + 0 400, 0 0 0, ടോട്ടൽ 400. സോ 20യുടെ സ്ക്വയർ എത്രയാണ്? 400 ആണ്. ഓക്കെ, നമുക്ക് ഈ ഒരു മെത്തേഡ് അല്ലാണ്ട് നമ്മളിപ്പോൾ നേരത്തെ കണ്ടുപിടിച്ചു 196 ആണ് ആരുടെ സ്ക്വയർ? 14ൻ്റെ സ്ക്വയർ. സോ ആ ഒരു മെത്തേഡ് അല്ലാണ്ട് നമുക്കൊരു മെത്തേഡ് ഉണ്ട്. എന്താണത്? അതാണ് നമ്മൾ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമ്മൾ എന്തായാലും എഴുതി വെക്കാം. എക്സാമിന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ എഴുതാം. a + b ഹോൾ സ്ക്വയർ എന്തുകൊണ്ടാണ്? എല്ലാത്തിനും കൂടെ എക്കും ബിക്കും കൂടെയാണ് നമ്മൾ സ്ക്വയർ ഇടുന്നത്. a + b ഹോൾ സ്ക്വയർ = എന്താണ്? a² + 2ab + b². a² + 2ab + b² ആണ് a + b ഹോൾ സ്ക്വയർ. ഒന്ന് പഠിച്ച് വെക്കുക. എന്താ ഇപ്പോൾ ഇതിനകത്ത് പഠിക്കാനുള്ളത്? ഒരു എക്ക് ഒരു സ്ക്വയർ ഇടുക, ബിക്ക് ഒരു സ്ക്വയർ ഇടുക, 2a-നെയും b-നെയും എഴുതിയിടുക. ഓക്കെ, ഇനി നമ്മൾ എന്താ ഇവിടെ പഠിക്കുന്നത്? ഈ a + b ഹോൾ സ്ക്വയറിൻ്റെ ഫോമിലേക്ക് നമുക്ക് എങ്ങനെ കിട്ടും സാധനം? അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ 14 നമ്മളിപ്പോൾ എങ്ങനെയാണ് എഴുതിയത്? 10 + 4 അല്ലേ? ഹോൾ സ്ക്വയർ 10 + 4 × 10 + 4 എന്നായിരുന്നു നമ്മൾ അവിടെ എഴുതുന്നത്. സോ കൺഫ്യൂഷൻ വേണ്ട. 14 സ്ക്വയറിന് നമ്മൾ എന്ത് എഴുതി? 10 + 4. ഒരു 14 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? 14 × 14 അല്ലേ മക്കളെ? സോ ഈ ഒരു 14 നമ്മൾ 10 × 4 ആക്കി. ഈ ഒരു 14 നമ്മൾ 10 × 4 10 + 4 ആക്കി. 10 + 4 14, 10 + 4 വേറൊരു 14. ഈ 14ആണ് ഇത്, ഈ 14ആണ് ഇത്. സോ 2 14 നമുക്കിവിടെ സെറ്റാണ്. നമ്മളതിനെ ഇൻറ്റു ചെയ്യണം. ഇതായി ഇൻറ്റു ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് 10 × രണ്ടെണ്ണം ഉണ്ടല്ലോ. എന്തൊരു സാധനം? a × a എന്ന് പറഞ്ഞാൽ എന്താണ്? a² ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ സ്പെട്ടി വന്നു വെച്ചാൽ അതിനൊരു മാറ്റവും വരാൻ പോകുന്നില്ല. 10 + 4 ഹോൾ സ്ക്വയർ ആയല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ഫോമിലേക്ക് വന്നു? a + b ഹോൾ സ്ക്വയറിൻ്റെ ഫോമിലേക്ക്. ഈ സാധനത്തിന് നമ്മൾ ഏത് സാധനത്തിനെ? 14 സ്ക്വയറിന് നമ്മൾ 10 + 4 ഹോൾ സ്ക്വയറിനാക്കി. നമ്മൾ നേരത്തെ ആക്കിയതുപോലെ തന്നെ. നമ്മളിവിടെ ഈ പെട്ടിക്കോളം നമ്മളിവിടെ വരയ്ക്കുന്നില്ല. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ ഇക്വേഷനിലകത്തേക്ക് ഇടണം. അപ്പം 10 + 4 ഹോൾ സ്ക്വയർ = a². എയും ബിയും ആണ് വിചാരിക്കുക. ഓക്കെ, a², അതായത് 10² + 2a. ഇതാണ് 10. 2 × a × 2ab എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലൊക്കെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നു. 2ab എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × a × b ആണ്. സോ 2 × 10 × 4 ആണ് 2ab + b². b² എന്താണ്? 4². 10ൻ്റെ സ്ക്വയർ നമുക്കറിയാം.
നിങ്ങൾ ആ പെട്ടി പഠിക്കാണ്ടേ നിങ്ങൾക്ക് അറിയാം അല്ലേ, 100 ആണ്. സോ 100 പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 4, എത്ര 2 4s are 8, 8 ഇൻറ്റു 10 80 പ്ലസ് 4 സ്ക്വയർ എത്രയാണ് 16. 10 വരെയുള്ള സ്ക്വയർ നിങ്ങൾക്ക് എന്തായാലും അറിയാം എന്നുള്ളത് എനിക്കറിയാം. സോ 100 പ്ലസ് 16 പ്ലസ് 80, സോ 180 പ്ലസ് 10 എത്രയാണ്, 180 പ്ലസ് 10 എത്ര 196. ഫൈനൽ ആൻസർ നമുക്ക് ഇതും സെയിം കിട്ടി. നമുക്ക് ഇതേ പെട്ടിയും തന്നെ ഈ സ്റ്റെപ്പ് എഴുതിയെടുക്കാൻ പറ്റുന്നൊരു രീതി ഇതാണ്. ഓക്കെ, ഈ പെട്ടി നമുക്ക് എങ്ങനെ എഴുതാം? പെട്ടി ഒന്നുകൂടെ വരയ്ക്കണോ അതോ ഇപ്പം തന്നെ വരയ്ക്കണം? 10 പ്ലസ് 4 എന്നാക്കിയിട്ടുണ്ടല്ലോ അല്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് ഇൻറ്റു 10 പ്ലസ് 4 അല്ലേ. അതിലൊരു 10 നമ്മൾ ഇവിടെ എഴുതി, അതിൻ്റെ 4 ഇവിടെ എഴുതി, അടുത്ത 10 ഇവിടെ എഴുതി, അടുത്ത 4 ഇവിടെ എഴുതി. 10 10 100, 10 4 40, 10 4 40, 4 4s are 16. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി 140 കിട്ടി. ദെൻ എന്താണ് 56ഉം കിട്ടി. 6 9 196 കിട്ടി അല്ലേ. അപ്പം നമ്മൾ ഈ ഒരു ഫോം, ഈ ഇക്വേഷൻ, ഈ ഇക്വേഷൻ നമുക്ക് ഇവിടുന്ന് എഴുതിയെടുക്കാം. സോ ഈ 100 നമ്മൾ ഫസ്റ്റ് എഴുതുക. ഇവിടെ ഈ പെട്ടിയിൽ നമ്മൾ എന്താണോ എഴുതിയത് അത് നമ്മൾ ആദ്യം എഴുതണം. സോ 100 പ്ലസ് ഇനി നമ്മൾ എന്ത് എഴുതുക, 40 രണ്ടെണ്ണം ഉണ്ടോ, ഈ 40 നിങ്ങൾ ഇവിടെ രണ്ടെണ്ണം കാണുന്നുണ്ടോ, അപ്പോൾ എന്ത് ചെയ്തു 2 40 ഉണ്ട്. അതായത് 2 ഇൻറ്റു 40 പ്ലസ് എന്ത്, ഇനി ഇവിടെ എന്താ ഉള്ളത് 16, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇയാൾ. ഈ രണ്ടെണ്ണം നമ്മൾ എഴുതി, ഇത് രണ്ടെണ്ണം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. സോ ഈ 16 മാത്രം എഴുതാം. ഇതെന്താ മക്കളെ, ഇത് 10ൻ്റെ സ്ക്വയർ അല്ലേ 100 പ്ലസ് 2 എന്താണ് 2 ഇൻറ്റു 40 പ്ലസ് 16 എന്താ 4ൻ്റെ സ്ക്വയർ. ഈ ഫോം തന്നെയല്ലേ ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതായത് 10 സ്ക്വയർ പ്ലസ് 80 പ്ലസ് 4 സ്ക്വയർ. അതിനല്ലേ ഞാൻ ഇവിടെ എഴുതിക്കുന്നത് 100 പ്ലസ് 80 പ്ലസ് 16. 10 സ്ക്വയർ 100, 80, 4 സ്ക്വയർ 16. സോ ഈ ഫോം എല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എന്താണ്, a പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. ഏതെങ്കിലും ഒരു മെത്തേഡിലൂടെ ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾക്ക് എക്സാമിൻ്റെ ഈ ഇക്വേഷൻ എന്തായാലും എഴുതി വെക്കുക, എന്നിട്ട് ഇത് എഴുതി വെക്കാം. നിങ്ങൾക്ക് സമയമുള്ളത് പോലെ അനുസരിച്ച് നിങ്ങൾക്ക് സ്ക്വയർ വരച്ച് നോക്കാം, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. സോ ആദ്യം തന്നെ നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചു തന്ന സംഭവങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ആൻസർ, നിങ്ങൾക്ക് ഫൈനൽ ആൻസർ നിങ്ങളുടെ കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. അല്ലെങ്കിൽ എന്താണ് ഈ 14നോട് ഇൻറ്റു ചെയ്ത് നോക്കിയാലും മതി. നിങ്ങൾക്കത് ഈ മൾട്ടിപ്ലൈ ചെയ്യാൻ ആർക്കും അറിയാതിരിക്കില്ലല്ലോ. 4 ഇൻറ്റു 4 16, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തെടുത്താലും 196 കിട്ടും. പക്ഷെ നമുക്ക് എന്താ ഈ മെത്തേഡാണ് നമ്മളോട് എക്സാമിൽ ചോദിക്കുക. അപ്പോൾ നമ്മൾ ഈ മെത്തേഡിൽ തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് ടോപ്പിക്കാണ് നമ്മളിപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇനിയും കുറേ എക്സാമ്പിൾസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോ ആയിട്ട് വരും. ഇനി ഞാൻ എടുത്തത് എന്താണ്, ഡെസിമൽ സ്ക്വയേഴ്സാണ് പഠിക്കാൻ പോകുന്നത്. ഡെസിമൽ സ്ക്വയേഴ്സ്. ഓക്കെ, ഡെസിമൽ സ്ക്വയേഴ്സ്. സോ ഡെസിമൽ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയാം. നിങ്ങൾ ടെക്സ്റ്റിൽ എന്താണ് ഒരു എക്സാമ്പിൾ 3.7 സ്ക്വയറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. 3.7ൻ്റെ സ്ക്വയർ ഇത് എങ്ങനെ കണ്ടുപിടിക്കുക? 3.7ൻ്റെ സ്ക്വയർ ഒക്കെ നമുക്കറിയോ ഇല്ലല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യണം, 3.7 എന്ന് പറഞ്ഞാൽ എന്താണ്, 3.7 ഇൻറ്റു 3.7 അല്ലേ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ. 3.7 എന്ന് പറഞ്ഞാൽ എന്താണ്, 37/10 ആണ് 3.7. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്കറിയോ? എനിക്കിതൊക്കെ ആഫ്റ്റർ 10th ആണ് നല്ലോണം മനസ്സിലായി തുടങ്ങിയത്. കാരണം ആഫ്റ്റർ 10th ആണ് ഞാൻ ട്യൂഷന് പോകാൻ തുടങ്ങിയത്. സോ അതിനുശേഷമാണ് എനിക്ക് ഇതെല്ലാം മനസ്സിലായത്. ക്ലാസ്സിലെ ടീച്ചേഴ്സ് എടുക്കുന്നതൊന്നും എനിക്കങ്ങനെ മനസ്സിലാവാറില്ലായിരുന്നു. സോ ഞാൻ വിചാരിക്കുന്നു നിങ്ങളിലും എന്നെപ്പോലുള്ള ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. 37/10 എന്ന് വെച്ചാൽ ഈ 0 നമ്മൾ എങ്ങനെയാണ് ഇതിനെ മാറ്റി എഴുതുക? 37 ഇൻറ്റു എന്തൊരു സാധനം വെറുതെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ തലയിൽ എന്തുണ്ട്, ഒരു 1 ഉണ്ട്. പോസിറ്റീവ് 1 ആണ് അതിൻ്റെ തലയിൽ ഉണ്ടാവുക. ഓക്കെ, അതിപ്പോൾ അടിയിൽ കിടക്കുകയാണെങ്കിലും മുകളിൽ കിടക്കുകയാണെങ്കിലും അതിൻ്റെ തലയിൽ എന്തുണ്ട്, 1 ഉണ്ട്. ഓക്കെ, ഇനി ഇത് മുകളിലേക്ക് പോകുമ്പോൾ ആ 1 എന്തായി മാറി, -1 ആയി. തലയിലുള്ള 1 എന്തായി, -1 ആയി. ഈ തലയിൽ ഉള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷനാണ് ചിന്തിക്കാനുണ്ടെങ്കിൽ നിങ്ങളത് ചിന്തിക്കേണ്ട.
അങ്ങനെയാണെങ്കിൽ തന്നെ ഈ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നുണ്ടെങ്കിലും ഇൻറ്റു 10⁻⁻1 എന്ന് പറഞ്ഞാലും സെയിം ആണെന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക. ഇനിയിപ്പോൾ അതാ 37/100 ആണെങ്കിൽ എന്താണ് ഇസ് ഈക്വൽ ടു 37 ഇൻറ്റു 10⁻². 10⁻²ന് ഈക്വലാണ് 10⁻²ന് ഈക്വലാണ് എന്ത് 37/100. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, 37 ഇവിടെ നിന്ന് തുടങ്ങാം. 37/10 വെച്ചാൽ എന്താണ് -1 ആണ്. അപ്പോൾ ഒന്ന് ഇങ്ങോട്ടേക്ക് കൊടുത്തെടുക്കുക. ഇവിടെയാണ് ശരിക്കും ഇപ്പോൾ പോയിൻ്റ് ഉള്ളത്. 37ൻ്റെ ഈ സൈഡിലാണ് ഇപ്പോൾ പോയിൻ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് കാണേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ പോയിൻറ്റിന് -1 വന്ന സ്ഥിതിക്ക് ആ പോയിൻ്റ് നമ്മളൊന്ന് ഇങ്ങോട്ടേക്ക് ആക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 3.7 കിട്ടി. ഇത് 37/100 ആകുമ്പോൾ എന്താണ് 37 - 2 1 2. ഇവിടെ ഒരു 0 വന്നു. അപ്പോൾ ആ 0ത്തെ നമ്മൾ കാണണമെങ്കിൽ നമുക്കൊരു 0 ഇവിടെ ഇട്ട് കൊടുക്കുക. ഈ 0 ഇട്ടിട്ടില്ലെങ്കിലും ഇട്ടാലും ഒരു വിലയൊന്നുമില്ല. പക്ഷെ നമുക്ക് എന്താണ് ഈ പോയിൻ്റ് ഇപ്പോൾ ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 0 ഇട്ടുന്നു. 0.37. അല്ലാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 0.37 എന്നും എഴുതാം. സോ 0 ഇട്ടാൽ എന്തെങ്കിലും ഒരു ഭംഗി കിട്ടും, എഴുതിക്കോ. അതെ, ഇനിയിപ്പം നമുക്ക് എന്താ പറയുക, 37 തന്നെ വേണമെന്നില്ല, 20 ആവട്ടെ. 20/100 അതെങ്ങനെയാണ് നമ്മൾ എഴുതുക, 20 ഇൻറ്റു 10⁻², അല്ലേ. 10⁻², 2 0 ഉണ്ട്. അപ്പോൾ 10⁻². ഇനി ഇത് നമ്മൾ 20നെ -2 ആക്കണം. 1 2 0.20. അതെന്താണ്, ഈ പോയിൻറ്റിന് ശേഷമുള്ള ഈ 0ക്ക് വാല്യൂ ഇല്ല. അപ്പോൾ വില ഇല്ലെങ്കിൽ നമ്മൾ എന്താ ഇത് 0.2. അതല്ല, ഇങ്ങനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 2 ഇൻറ്റു 10 അല്ലേ 20. 2 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ എന്താണ്, 10 വെറുതെ നിൽക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. 10ന് തലയിൽ എന്തുണ്ട്, 1 ഉണ്ട്. സോ ഇൻറ്റു ഈ 10⁻² എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ എഴുതാം -2. സോ 2 ഇൻറ്റു 10⁻1 -2 അല്ലേ. അതെന്താണ് -1 ആണ്. ഇതും എന്താ ബേസിക് ആയിട്ടുള്ള മാത്സ് ആണ്. 1 - 2 എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറുതെന്നാണ് നമ്മൾ വലുത് കുറയ്ക്കുന്നത്. അപ്പോൾ എന്ത് വരും, ചെറുതെന്ന് വലുത് കുറച്ചാൽ നല്ലപോലെ നമ്മൾ കുറയ്ക്കുക. അപ്പോൾ 2 1 കുറച്ചാൽ എങ്ങനെയാണോ അതുപോലെ തന്നെ കുറയ്ക്കുക. അതൊന്നാണ് നമുക്കറിയാം. എന്നിട്ട് ചെറുതെന്നാണ് വലുത് കുറച്ചത്, അതുകൊണ്ട് ഒരു മൈനസ് ഇട്ട് കൊടുക്കാം. സോ -1 ഇങ്ങനെ കിട്ടി. 2 ഇൻറ്റു 10⁻1 എങ്ങനെയാണ്, 2 എന്നൊരു പോയിൻ്റ് ഇങ്ങോട്ട് പോകണം അല്ലേ. ഇപ്പോൾ എവിടെയാണ് പോയിൻ്റ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. സോ അത് നമ്മൾ ഇങ്ങോട്ടേക്ക് ആക്കി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 0.2 കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടുന്നാണ് പോയത്, 3.7 ഹോൾ സ്ക്വയറിനാണ് നമ്മൾ പോയിരിക്കുന്നത്. സോ 3.7 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ നമുക്കത് കണ്ടുപിടിക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞു 3.7 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്, 3.7 ഇൻറ്റു 3.7 ആണ്. 3.7 നമുക്ക് എന്തെന്ന് എഴുതാം, 37/10 ആക്കാം. ഇൻറ്റു 37/10 ആയി. അങ്ങനെയാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത് വെച്ചിട്ട്. ഈ പോർഷൻ നേരത്തെ പറഞ്ഞ പോയിൻറ്റിൻ്റെയും മൈനസിൻ്റെയും പോർഷൻ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. സെപ്പറേറ്റ് വീഡിയോ അതിനായിട്ട് ഇടുന്നതായിരിക്കും. സോ 37/10 ഇൻറ്റു 37/10 അത് നമുക്ക് എങ്ങനെ ചെയ്യാം, 37/10 ഹോൾ സ്ക്വയർ ഇൻറ്റു എ ആണെങ്കിൽ a സ്ക്വയർ ആണെന്നല്ലേ ഞാൻ പറഞ്ഞപ്പം 37/10 ഹോൾ സ്ക്വയർ എന്ന് വന്നു. ഇനി നമുക്ക് 37/10 ഹോൾ സ്ക്വയർ, അതായത് 37² അല്ലേ. 10ൻ്റെ ഹോൾ സ്ക്വയർ എത്രയാണ്, 100. 37ൻ്റെ സ്ക്വയർ എത്ര നമുക്കറിയില്ല. സോ 37ൻ്റെ സ്ക്വയർ നേരത്തെ കണ്ട മെത്തേഡിലൂടെ പോയി കണ്ടെത്താം. നേരത്തെ കണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, a+b ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്, a² + b² 2ab+b². നമ്മൾ പഠിച്ച ഫോമിൽ തന്നെ എഴുതി പോകാം. b² ഇവിടെ എഴുതി വെച്ച് ഒരു മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ എന്താണ്, ഞാനിവിടെ നിങ്ങൾ നേരത്തെ പഠിച്ചത് കൺഫ്യൂഷൻ വേണ്ടല്ലോ. സോ 37 നമുക്ക് എങ്ങനെ ആക്കി എഴുതാം, 37 നമ്മൾ കട്ട് ചെയ്യണം, മുറിക്കണം. എങ്ങനെയാണ് ഞാൻ മുറിക്കാൻ പോകുന്നത്, 37ൻ്റെ അടുത്തുള്ള സ്റ്റാൻഡേർഡ് നമ്പർ എത്രയാണ്, 30 ആണ്. അപ്പോൾ 30 + 7 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 30² + 2 ഇൻറ്റു 30 ഇൻറ്റു 7 + 7². 30² എത്രയാണ്, 3 3s are 9. 0 2 0 വരും അല്ലേ. സോ +2 ഇൻറ്റു
2 3s are 6. 6 7s are 42. 42ൻ്റെ കൂടെ ഒരു 0യും കൂടെ, അപ്പം 420 പ്ലസ് 7 എത്രയാണ്, 7 സ്ക്വയർ എത്രയാണ്, 49. 7 7s are 49. സോ 900 പ്ലസ് 420 പ്ലസ് 49, 9 ആഡ് ചെയ്യണം. എത്രയാണ്, 2 6 7 6. ഇനി ഇത് എത്രയാണ്, 13. സോ 1369 ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ ഇതല്ല ആൻസർ, ഇവിടെ വെച്ച് നിർത്താൻ പാടില്ല. നമ്മളെന്താ പറഞ്ഞത്, ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. 37/10 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 37² 100 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 37² എത്ര കിട്ടി, 1369, 1369 കിട്ടി. അത് ബൈ 100. സോ ഇത് നമുക്ക് എങ്ങനെ എഴുതാം, നമുക്ക് എങ്ങനെ എഴുതാം, 1369/100 അല്ലേ. അത് നമുക്ക് എങ്ങനെ എഴുതാം, 1369 ഇൻറ്റു 10 എത്ര 0 ഉണ്ട്, -2. സോ അതെങ്ങനെ എഴുതാം, 6912 എത്രയാണ്, 13.69. ഓക്കെ, നമ്മുടെ ഫൈനൽ ആൻസർ. ഓ ഷിറ്റ്, കാണുന്നില്ലായിരുന്നു, എന്നോട് പറഞ്ഞുതരാം കേട്ടോ. 1369/100 ആണ് നമ്മുടെ ആൻസർ. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് 37² 10² ആണ്. 10² വെച്ചാൽ 100 ആണ്. ഓക്കെ, നമ്മളെ ആൻസർ 37² നമ്മൾ ഈ മെത്തേഡ് വെച്ച് നമ്മൾ കണ്ടെത്തി. അത് നമുക്ക് കിട്ടിയത് 1369 ആണ്. അപ്പം അത് ബൈ 10² ആയിട്ടുള്ള 100 ചെയ്യാം. അത് ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതി. ഇനി ഇവിടെ 2 0 ഉണ്ട്, അപ്പോൾ അത് അങ്ങോട്ട് പോകും. തന്നെ തലയിൽ എന്ത് വരും, -2 വരും. 2 0 ഉള്ളതുകൊണ്ട് -2. മുകളിലേക്ക് പോകുന്നതാണ് കേട്ടോ മൈനസ് വരുന്നത്. ഇവിടെ ആണെങ്കിൽ എങ്ങനെയാണ് വരിക, 10⁻² എന്നാണ് വരിക. അത് മുകളിലേക്ക് പോകുന്നതുകൊണ്ടാണ് 10⁻² ആവുന്നത്. സോ അങ്ങനെയാകുമ്പോൾ -2 വരുമ്പം 1369 12, അതായത് 13.69 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്കൊന്നുകൂടെ മോഡിഫൈ ചെയ്തിട്ട് പോയിൻറ്റിന് ശേഷം 5 അതിൽ കൂടുതലോ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 9 നമുക്ക് ഇതിനെ ഒന്നുകൂടെ കൂട്ടി എഴുതാം, 7 ആക്കി എഴുതാം. ഇങ്ങനെ എഴുതാനൊന്നുമില്ല, ഇത് തന്നെയാണ് നമ്മുടെ ഫൈനൽ ആൻസർ. സോ യു ക്യാൻ സ്റ്റോപ്പ് ഹിയർ. പിന്നെ എന്താണ്, പിന്നെ നമുക്ക് കുറേ പോയിന്റുകൾ വെച്ചിട്ട് നമുക്ക് ഡെസിമൽ ക്വസ്റ്റ്യൻസും സാധാ നാച്ചുറൽ നമ്പേഴ്സും വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഈ അടുത്തൊരു സെക്ഷനിൽ എന്താണ് ഞാൻ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അത് ഈ ചാപ്റ്ററും പിന്നെ സ്ക്വയർ ഐഡൻറ്റിറ്റീസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഇതിൻ്റെ രണ്ടെണ്ണത്തിനൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അതുമായിട്ടൊരു ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, ഗുഡ് ബൈ. നിങ്ങൾ ഈ ചാപ്റ്റർ വീഡിയോ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ തന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താ ചെയ്യേണ്ടത്, നല്ലോണം പഠിക്കുക. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. ദെൻ വൺ മോർ തിങ്. ഓക്കെ, ബൈ.